ഇല്ലായ്മകളുടെ നീറും ചിന്തകൾ വല്ലാതെ തീ പിടിപ്പിച്ചൊരു മനസ്സുമായി വന്നതാണവൾ ബലിദർശനത്തിനാ. വശങ്ങളിൽ അത്തർ പൂശിയ തരുണികൾ പൊന്നിൻ പ്രഭ ചൊരിഞ്ഞങ്ങനെ നിന്നിടുമ്പോൾ മെല്ലവേ മിഴിയൊന്നുയർത്തുന്നവൾ ചിത്തം ചകിതമാണെങ്കിലും നിസ്തുല ഭക്തിയാൽ ഭൗമ്യതയാർന്നവൾ സത്യത്തിൻ വേരുകൾ ജപിക്കുന്ന പോലെന്തോ തുളുമ്പിടുന്നുണ്ടാ ചുണ്ടുകൾ ത്രസിക്കുന്നു. പരിശുദ്ധനായവൻ, ഇല്ല, ഈ വിധവയുടെ കയ്യിൽ വിലയേറിയതൊന്നുമില്ല. ആകെയുള്ളത് ഈ അഴുക്ക് പറ്റിയ ചുമന്ന തൊട്ടുകളാണ്. ആ സ്ത്രീ ഒലിവ് തോട്ടം കാവൽക്കാരന്റെ വിധവയല്ലേ? അതെ, കണ്ടില്ലേ? 2 ചെമ്പ് നാണയങ്ങൾ. ഞാൻ നിക്ഷേപിച്ചത് 100 പൊന്നാണയങ്ങൾ. വിലയേറിയ രത്നമാല ഒന്നായിരുന്നു എന്റെ കാണിക്ക. അപ്പോഴാണ് ഈ ചെല്ലി പിടിച്ച ചെമ്പു നാണയം. നൃത്തം നിങ്ങളുടെ അഹങ്കാര ചെറുപ്പങ്ങൾ യേശു കൊണ്ടുവരുന്നുണ്ട്. ഞാൻ കണ്ടു ഈ നിശ്ചയപാത്രത്തിൽ കണ്ണീരിനൊപ്പം നീയിട്ട ചെമ്പു നാണയം. അത് വിലമതിക്കാനാവാത്തതാണ്. ജനമേ, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. അവരെല്ലാം നൽകിയത് സമൃദ്ധിയിൽ നിന്ന് അല്പം മാത്രം. ഇവളോ തനിക്കുള്ളത് മുഴുവനും. ക്രിസ്തുവേക്കാൾ മാറ്റുള്ള കനകവൈഡൂര്യമുണ്ടോ ചാർത്തുവാൻ? ക്രിസ്തുവേക്കാൾ മാറ്റുള്ള കനകവൈഡൂര്യമുണ്ടോ ചാർത്തുവാൻ? ഉള്ളത് തുച്ഛമെന്ന് കരുതി മനുഷ്യ നിൽക്കേണ്ട. പുച്ഛത്തിന്റെ വാക്കുകളിൽ മനം തളരേണ്ട. ഇച്ഛക്കത്ത് നൽകാനാവാത്തതിൽ വിഷമവും വേണ്ട. കാഴ്ച വസ്തുവിലേക്കല്ല, കാഴ്ചയർപ്പിക്കുന്നവന്റെ മനസ്സിലേക്കാണ് തമ്പുരാന്റെ നോട്ടം.